ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ വിഭവമായ ചക്കിൽശ്ശേരി അഥവാ ചക്കപ്പുഴുക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുരി കളഞ്ഞ കുരുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യമായി ഞാനിവിടെ കളറിനും പിന്നെ ഒരു ടേസ്റ്റിനുമായിട്ട് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. മുളകിന് നമ്മൾ വേറെ പച്ചമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചക്ക വേവാനായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ പെട്ടെന്ന് വേവാനായിട്ട് കുക്കറിൽ നമുക്ക് ഏകദേശം 2 വിസിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചക്ക നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ കുക്കറിലല്ല, നോർമലായിട്ട് ഈ പാനിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് വേവണ സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ നല്ല രീതിയിൽ ചെറുതാക്കി തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂണോളം ജീരകവും അതുപോലെ തന്നെ ഒരു 5 അല്ലി നമ്മുടെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എരിവൊക്കെ ഈ സമയത്ത് പാകമില്ലെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 തിള വന്നാൽ മതി. അപ്പോൾ നമുക്കിത് ബബിൾസ് പൊട്ടിത്തെറിക്കണോണ്ട് തന്നെ ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ എലിശ്ശേരി നല്ല രീതിയിൽ കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വറവ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു 1/2 സ്പൂണോളം കടുക് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളകും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂണോളം കുറച്ച് നല്ല നാളികേരം കൂടിയും ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണ വരേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി മീഡിയം ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക, നാളികേരം കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നാളികേരവും വറവൊക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എലിശ്ശേരിയിലേക്ക് ഈ വറവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ രീതിയിലേക്കും വറവ് എത്തണ രീതിയിലൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.